2 ദിനവൃത്താന്തം അധ്യായം 20. ഏദോമിനെതിരെ യുദ്ധം. 1 മുതൽ 19 വരെ വാക്യങ്ങൾ. കുറെ കാലം കഴിഞ്ഞ് മോവാബ്യരും അമ്മോന്യരും മേയൂന്യരും ചേർന്ന് യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ, അവർ ഹാസോൻ താമറിൽ, അതായത് എൻഗേദിയിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായിലെ എല്ലാ നഗരങ്ങളിൽ നിന്ന് വന്നു. ദേവാലയത്തിൻ്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂദാ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോശാഫാത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്കു കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രഹാത്തിൻ്റെ സന്തതികൾക്ക് അത് ശാശ്വതാവകാശമായി നൽകുകയും ചെയ്തില്ലേ? അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരു ആലയം പണിയുകയും ചെയ്തു. അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായികയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമ്മോന്യർ, മോവാബ്യർ, സെയീർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു. ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യ വ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനും ആയ യഹസിയേലിൻ്റെ മേൽ വന്നു. അവൻ സക്കറിയായുടെയും സക്കറിയ ബെനായായുടെയും ബെനായ ജയിയേലിൻ്റെയും ജയിയേൽ മത്താനിയായുടെയും മകനായിരുന്നു. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോശാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. സീസ് കയറ്റം കയറി ആയിരിക്കും അവർ വരുന്നത്. യെരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ നേരിടും. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി. കൊഹാത്യരും കോറഹ്യരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു.